ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞു, എല്ലാവരും ആഘോഷിച്ചില്ലേ? നല്ല എന്താ പറയുക, സന്തോഷമായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഞാനിന്നിവിടെ കാണിക്കുന്നത് നമുക്ക് പെരുന്നാളിൻ്റെ ടൈമിൽ എല്ലാ വീട്ടിലും എന്തായാലും ബീഫ് കുറച്ചധികമായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ സ്നാക്കൊക്കെ ഉണ്ടാക്കിയിട്ട് സൂക്ഷിക്കുന്നവരാണെങ്കിൽ അത് കേടുകൂടാതെ 2-3 ആഴ്ചയൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ കാണിക്കുകയാണ്. എനിക്ക് ഇങ്ങനെ ഒരുപാട് കാലം സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നത് ഇഷ്ടമൊന്നുമല്ല, ഞാൻ അങ്ങനെ വെക്കാറുമില്ല. പക്ഷേ അത് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടും പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ബീഫ് കഴുകി വൃത്തിയാക്കി ഉപ്പും മഞ്ഞളും മുളകും ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ. അതൊന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം. വേവിക്കുന്നതൊന്നും കാണിക്കാത്തത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. 4 സവാള എടുത്തിട്ടുണ്ട്, പിന്നെ തിന്നായിട്ട് ഒരു ചെറിയ പീസ് ക്യാരറ്റ് കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ എടുത്തിട്ടുള്ളത് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില കൂടി ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഫില്ലിങ്ങിൽ, അതാണ് ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നന്നായി ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് സവാളയല്ല, നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില കൂടി ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷമാണ് ഞാൻ സവാളയും ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വഴന്ന് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം, അപ്പോഴേ ഞാനിരുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഏകദേശം ഒരു 1/4 ടീസ്പൂണിലധികം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ഉണ്ടല്ലോ, അത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ. എന്നിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 സ്പൂണോളം ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് മല്ലിയില കൂടി വിതറിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഏകദേശം ഫില്ലിങ് റെഡിയാവാനാകുമ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. സ്പീഡിൽ വീഡിയോ കാണിച്ചതാണ്, ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ മൈദ നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് കുഴച്ചെടുക്കേണ്ടതെന്ന്. ഉപ്പും പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് ആവശ്യത്തിന് മൈദ എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ, റെസ്റ്റൊന്നും ചെയ്യാൻ വെക്കണ്ട. എന്നിട്ട് ഇതുപോലെ ഒരു കൗണ്ടർ ടോപ്പിലേക്ക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് കോല വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഇതുപോലെ വളരെ തിന്നായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഞാനിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് റൗണ്ടിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള അച്ച് റൗണ്ട് ഷേപ്പിലുള്ളതായതുകൊണ്ടാണ് ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഞാനിതുപോലെ വേസ്റ്റ് വരുന്ന മൈദയൊക്കെ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കാൻ പറ്റുന്ന അച്ച് ഇതുപോലെ എടുത്തിട്ട് അതിലോട്ടേക്ക് നമ്മൾ മൈദ പരത്തി വെച്ചത് കൂടി വെച്ച് കൊടുത്തിട്ട് ഫില്ലിങ് ഇങ്ങനെ നിറച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗത്തു നിന്നൊക്കെ ഉൾഭാഗത്തേക്ക് ആക്കണം. ഞാൻ ഇതിനു മുമ്പ് പല വീഡിയോയും കാണിച്ചിട്ടുണ്ട് ചിക്കൻ വെച്ചിട്ട് ചെയ്യുന്നതൊക്കെ. അതിലൊക്കെ മൈദയൊക്കെ കുഴക്കുന്നത് നന്നായിട്ട് വിശദമായിട്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണം. എന്നിട്ട് ഫില്ലിങ് നിറച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് സൈഡ് ഭാഗത്തു നിന്ന് വരുന്ന മൈദയൊക്കെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ വടിച്ചെടുത്ത് കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ ഓരോന്ന് ഇതേപോലെ മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ 2 ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്, ബാക്കി നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതെല്ലാം കൂടി മുഴുവനായിട്ടും ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നാളൊന്നും ഞാനിങ്ങനെ ഫ്രിഡ്ജിൽ ഇങ്ങനെ എന്താ പറയുക സ്നാക്സ് ആയാലും എന്ത് സാധനമായാലും ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച് യൂസ് ചെയ്യാറില്ല. പിന്നെ ഇങ്ങനെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അതാ മുഴുവനായിട്ടും ഞാൻ ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടാവട്ടെ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ പരത്തിയെടുത്തിട്ടുണ്ടായിരുന്ന ഇറച്ചിപ്പത്തിലുണ്ടല്ലോ അത് പിന്നെ പാനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടും ഇങ്ങനെ എന്താ പറയുക, അതിൻ്റെ പുറത്തുള്ള മാവൊന്ന് ഉണങ്ങി വരണം, അതായത് കുറച്ചൊന്ന് വെന്ത് വരണം. ഒന്ന് ആ സമയത്ത് നമുക്ക് വീണ്ടും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പരസ്പരം ഒട്ടിപ്പോകാത്ത, നമുക്ക് തൊടുമ്പോൾ മനസ്സിലാവുമല്ലോ, ആ ഒരു പാകത്തിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് ചെയ്തെടുക്കാം. ഞാൻ 2ാമത്തെ ബാച്ച് കൂടി ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെയല്ല ചെയ്യുന്നത് എങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഒന്നും പെട്ടെന്നൊന്നും കേടായി പോവില്ല, ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യൊന്നുമില്ല. അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതേപോലെ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ നമ്മളൊരു
സ്റ്റോറേജ് ബോക്സിലേക്ക് മാറ്റി കൊടുക്കാവൂ. ഞാനിതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തത്. അതിൻ്റെ അടിഭാഗത്തൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാത്രത്തിൽ ഒട്ടിപ്പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതേപോലെ മേൽഭാഗത്ത് മൊത്തത്തിലായിട്ട് ഇതേപോലെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഒന്നും ഒട്ടിപ്പിടിക്കൊന്നുമില്ല. എന്നിട്ട് ഞാൻ ഫ്രീസറിലൊന്നും അല്ല സൂക്ഷിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ പിന്നെ ആവശ്യത്തിന് കുറച്ച് അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതിയാകും. ഞാൻ താഴെ തന്നെയാണ് കേട്ടോ വെക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസമൊന്നും ഞാൻ യൂസ് ചെയ്യില്ല എന്ന്. അപ്പോൾ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്ത് കാണിച്ചത് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കും. ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.